ഇസ്ലാഹി പ്രസ്ഥാനം ഇസ്ലാമിന്റെ സന്ദേശം ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുമ്പോൾ ഇതൊരു പുതിയതായി പുത്തൻവാദികളായി ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളെയും ഈ പ്രസ്ഥാനം വിശദീകരിക്കുന്ന ആശയങ്ങളെയും ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ അങ്ങനെ ഒരു കാലത്തിലേക്ക് എന്റെ സമൂഹം എത്തിപ്പെടാനുണ്ട് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകം തന്നെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, ഫതൂബാലിൽ ഉറബാ, അന്ന് ഉറബാകളായ ആളുകൾക്ക് ആശംസകൾ. അന്ന് ഉറബാകളായ ആളുകൾക്ക് ആശംസകൾ എന്ന് പറഞ്ഞപ്പോൾ അതാ പ്രവാചകൻ ചോദിക്കപ്പെടുകയാണ്, മനിൽ ഉറബാഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാണ് ഉറബാകളായ ആളുകൾ, ആരാണ് ഉറബാകളായ ആളുകൾ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുകയാണ്, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദൻ നാസു മിൻ ബഅദി മിൻ സുന്നതി, എനിക്കു ശേഷം എന്റെ ജനങ്ങൾ, എന്റെ ഉമ്മത്ത് എന്റെ സുന്നത്തിൽ നിന്ന് ഫസാദിലാകുമ്പോ, എന്റെ സുന്നത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോ, ഞാൻ പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് വ്യതിയാനം അവർക്ക് സംഭവിക്കുമ്പോ, അവർക്കിടയിൽ ഇസ്ലാഹ് നടത്തുന്നവരാരോ, അവരെ നന്നാക്കുന്നവരാരോ, അവരെ ശുദ്ധീകരിക്കുന്നവരാരോ, അവരെ സംസ്കരിക്കുന്നവരാരോ, അവരെ സമുദ്ധരിക്കുന്നവരാരോ, ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ ഇസ്ലാഹ് നടത്തുന്നവരാരോ അവരാണ് ഉറബാകളായ ആളുകൾ, അവർക്ക് ആശംസകൾ. എന്തു മനസ്സിലായി ഈ ഹദീസിൽ നിന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരെ മറിച്ച് കുഴപ്പമുണ്ടാവും. എന്റെ ഉമ്മത്തില് കുഴപ്പമുണ്ടാവും, എന്റെ ഉമ്മത്ത് കുഴപ്പത്തിലേക്ക് എത്തിപ്പെടും എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. മാത്രമല്ല, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഈ ഉമ്മത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച്. എന്താ പ്രവാചകന്റെ വാചകം? ലതത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ ലുബ്ബിൻ തബിഅതുമൂഹും ഖീല യാ റസൂലല്ലാഹ് അൽ യഹൂദു വൻ നസാറാ ഖാല ഫമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലതത്തബിഉന്ന, നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും, സുനന മൻ കാന ഖബലകും, നിങ്ങളുടെ മുൻഗാമികളുടെ മാർഗത്തെ, ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ മാർഗത്തെ പിൻപറ്റുക തന്നെ ചെയ്യുന്നതാണ്. എത്രത്തോളം എന്നറിയുമോ? ഹത്താ ലൗ ദഖലൂ ജുഹറ ലുബ്ബിൻ തബിഅതുമൂഹും, അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ പിന്തുടർന്നുകൊണ്ട് നിങ്ങളും ആ ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളുടെ മുൻഗാമികളുടെ മാർഗത്തെ പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ, നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട ആരെങ്കിലും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ പിൻപറ്റിക്കൊണ്ട് നിങ്ങളും ആ ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. അത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുകയാണ്, ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, താങ്കൾ പറഞ്ഞല്ലോ മുൻഗാമികളെന്ന്. ആരാണ് ആ മുൻഗാമികൾ? അൽ യഹൂദു വൻ നസ്വാറാ, ജൂത ക്രിസ്ത്യാനികളാണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു ചോദിക്കുന്നു, ഖാല ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ് എന്നാണ്. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മാർഗത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന അവസ്ഥ, അത്രമാത്രം വലിയ വ്യതിയാനം എന്റെ ഉമ്മത്തിൽ ഉണ്ടാകും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകമാണ്. വീണ്ടും പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ കാണാം, എന്റെ ഉമ്മത്ത് ഇങ്ങനെ വ്യതിചലിച്ച് ഒരുപാട് സംഘടനകളായി, ഒരുപാട് ചേരികളായി എത്രത്തോളം അവർ എത്തിപ്പെടുമെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്രായേൽ സമൂഹം 72 വിഭാഗമായി പിരിഞ്ഞെങ്കിൽ എന്റെ ഉമ്മത്തി 73 വിഭാഗമായി പിരിയും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്, ഇല്ലാ മില്ലതൻ വാഹിദ, ഒരു മില്ലത്തിന്റെ, ഒരു മാർഗത്തിന്റെ, ഒരു ചര്യയുടെ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണ്. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖാലൂ മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് പറഞ്ഞല്ലോ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം, ആരാണ് ആ ഒരു വിഭാഗം ആളുകൾ? ആ സമയത്ത് പ്രവാചകൻ മറുപടി കൊടുക്കുകയാണ്, ഖാല മാ അന അലൈഹി വസുഹാബി, ഞാനും എന്റെ സ്വഹാബത്തും അവലംബിച്ച മാർഗമേതോ, ഞാനും എന്റെ സ്വഹാബത്തും മുറുകെ പിടിച്ച മാർഗമേതോ ആ മാർഗം സ്വീകരിക്കുന്നവർ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത്, ബാക്കി എല്ലാ വിഭാഗവും നരകത്തിലായിരിക്കും. അപ്പോൾ ഇത്രമാത്രം വലിയൊരു വ്യതിയാനം ആരിലുണ്ടാകും? മുസ്ലിം ഉമ്മത്തിലുണ്ടാകുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്.
ഇനി ഈ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം എന്ന് പറയുമ്പോൾ ആ വ്യതിയാനം ഏതെങ്കിലും നിസ്സാരമായ വിഷയങ്ങളിലല്ല, നേരെ മറിച്ച് ശാഖാപരമായ വിഷയങ്ങളിലല്ല, നേരെ മറിച്ച് പ്രവാചകന്റെ വാചകത്തിൽ നമുക്ക് കാണാം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ വരെ മുസ്ലിം ഉമ്മത്തിൽ വ്യതിയാനം ഉണ്ടാകും എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം വല്ലദീ നഫ്സി ബിയദിഹി ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബായിലുൻ മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ തഖൂമു സ്സാഅ, ലോകാന്ത്യം സംഭവിക്കുകയില്ല, ഈ ലോകത്തിനൊരവസാനം ഉണ്ടാവുകയില്ല. ഹത്താ, ഏതുവരെ എന്നറിയുമോ? തൽഹഖ ഖബായിലുൻ മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മുശ്രിക്കീങ്ങളുമായി ചേരുന്നത് വരെ, ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി കൂടിക്കലരുന്നത് വരെ ഈ ലോകത്തിനൊരു അന്ത്യം ഉണ്ടാവില്ല. അപ്പോൾ ലോകാവസാനം നടക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അതിങ്ങനെ വ്യതിചലിച്ച് പല കഷ്ണങ്ങളായി, ഭിന്നങ്ങളായി, പല സംഘങ്ങളായി അവർ തീരും. ഒരേ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത്, ബാക്കി എല്ലാവരും നരകത്തിലായിരിക്കും. സ്വർഗത്തിൽ പോകുന്ന വിഭാഗം പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും മാർഗം മുറുകെ പിടിക്കുന്നവർ മാത്രമായിരിക്കും. അതുകൊണ്ട് ആ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും മാർഗത്തിലേക്കാണ് നാം മടങ്ങിപ്പോകേണ്ടത്. മുൻഗാമികളായ ആളുകളുടെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. ആ മുൻഗാമികൾ എന്ന് പറയുമ്പോൾ അവർ ഒരിക്കലും നിസ്സാരന്മാരല്ല, നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു വിഭാഗമായിരുന്നു ആ മുൻഗാമികൾ. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 100-ാമത്തെ വചനത്തിൽ പടച്ച തമ്പുരാൻ പറയുന്നു വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകടന്നിട്ടുള്ളവരും ആദ്യമായി അവരിൽ നിന്ന് മുൻകടന്നവരും, അതുപോലെ തന്നെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റുകയും ചെയ്തവരാരോ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവരെ സംബന്ധിച്ച് പടച്ച തമ്പുരാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, അവരാകട്ടെ അല്ലാഹുവിനെ സംബന്ധിച്ചും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ, അക്കൂട്ടർക്കഥാ പടച്ച തമ്പുരാൻ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഖാലിദീന ഫീഹാ അബദാ, ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും. ദാലികൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തായ ഭാഗ്യം എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ ഓതി തരികയാണ്. ആ മുൻഗാമികളുടെ പടച്ച തമ്പുരാൻ തൃപ്തിപ്പെട്ട ആ മുൻഗാമികളുടേതായ മാർഗത്തിലേക്ക് തിരിച്ചു പോവുക, ആ മുൻഗാമികളുടെ മാർഗം നമ്മൾ സ്വീകരിക്കുക. ആ മാർഗത്തിൽ നമ്മൾ എന്ത് കണ്ടുപോകും അത് നമ്മൾ സ്വീകരിക്കുക. ആ മാർഗത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളത് സ്വീകരിക്കേണ്ടതില്ല. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ സ്വഹാബത്തും അവർക്ക് പരിചയമില്ലാത്ത, അവർ ചെയ്യാത്ത ഒരു പുതിയ കാര്യം ആരെങ്കിലും ദീനിൽ പുണ്യമാണ്, സുന്നത്താണ്, നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നുവെങ്കിൽ അതിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുക, അതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഈ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിൽ ആരെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതാണ് ബിദ്അത്ത്. ഇത്ര നേരം നാം മനസ്സിലാക്കിയ ആ സുന്നത്തിന്റെ നേരെ വിപരീതം, അതാണ് ബിദ്അത്ത്. പണ്ഡിതന്മാർ വിശദീകരിച്ചു ബിദ്അത്തിനെ സംബന്ധിച്ച്. എന്താ പണ്ഡിതന്മാർ വിശദീകരിച്ചത്? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹദസു ഫിദ്ദീനി ബഅദൽ ഇക്മാൽ, പൂർത്തിയായ ഈ ദീനിൽ ആരെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതാണ് ബിദ്അത്ത്. വകുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. ആ ബിദ്അത്തിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ എല്ലാ പ്രഭാഷണത്തിലും അതിന്റെ ഗൗരവം അനുചരന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത്, ഏറ്റവും ശർറായത് പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം ബിദ്അത്താണ്. എല്ലാ ബിദ്അത്തും വഴികേടാണ്. ആ വഴികേട് നിങ്ങളെ കൊണ്ടെന്നെത്തിക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കായിരിക്കും. എല്ലാ പ്രഭാഷണങ്ങൾക്കും മുമ്പ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്ത കാര്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ആരെങ്കിലും പുതുതായി ദീനിൽ കടത്തിക്കൂട്ടി ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണെന്ന് പറഞ്ഞ് മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ഒരു സംഗതി നമുക്ക് കൊണ്ടുവന്നു തന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബാധ്യതയുണ്ട്. എന്താണ് അവരുടെ ബാധ്യത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, പ്രവാചകൻ പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അതുപോലെ പ്രവാചകന്റെ മറ്റൊരു വാചകം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നാം പഠിപ്പിച്ച ഈ കാര്യങ്ങളിൽ, നാം നിങ്ങൾക്ക് ചര്യയായി കാണിച്ചു തന്ന ഈ ദീനിൽ ഞാൻ പഠിപ്പിക്കാത്തൊരു കാര്യം ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ, ഞാൻ പ്രവർത്തിക്കാത്ത ഒരു കാര്യം ആരെങ്കിലും ഈ ദീനിലേക്ക് പുതുതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് നിങ്ങൾ തള്ളിക്കളയണം, അത് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, അത് നിങ്ങൾ മുറുകെ പിടിക്കാൻ പാടില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നിൽ വിശദീകരിച്ചു തരികയാണ്. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ നിന്ന്, പടച്ച തമ്പുരാന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം നേർക്കുനേരെ ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി, ജനങ്ങളെ ഖുർആനിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. എന്നാൽ മറുവിഭാഗം ആളുകൾ ഈ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആൻ പഠിച്ചാൽ പിഴച്ചു പോകും, ഖുർആൻ പഠിക്കേണ്ടതില്ല, ഖുർആനിൽ നിന്ന് ആകപ്പാടെ പഠിക്കേണ്ട സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ്. കാരണം ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ്, അതേ സൂറത്തുൽ ഫാത്തിഹ അത് പാരായണം ചെയ്യാത്തവന് നമസ്കാരമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അതുകൊണ്ട് ഫാത്തിഹ പഠിക്കൽ നിർബന്ധം. ആ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ പ്രത്യേകം സുന്നത്തുമില്ല, അതിനൊരു നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല. ആകപ്പാടെ ആ സൂറത്ത് മാത്രം പഠിച്ചാൽ വേറൊന്നും പഠിക്കണ്ട എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ പഠിച്ചാൽ പിഴച്ചു പോകും എന്ന് വരെ ഈ സമൂഹത്തിൽ ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്നവർ, അവരുടെ നേതാക്കന്മാർ പച്ച മലയാളത്തിൽ കേരളക്കരയിൽ പുസ്തകം എഴുതി പോയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ ഖുർആനിൽ നിന്ന്, അതുപോലെ പ്രവാചകന്റെ സുന്നത്ത് അംഗീകരിക്കാൻ പാടില്ല, നാലാലൊരു മദ്ഹബേ സ്വീകരിക്കാൻ പാടുള്ളൂ. ആ മദ്ഹബിന്റെ ഇമാമിങ്ങൾ എന്ത് പറഞ്ഞുവോ അത് പ്രവാചകന്റെ ഹദീസിനെതിരാണെങ്കിലും ശരി, മദ്ഹബിന്റെ ഇമാമിങ്ങളെ നമ്മൾ അംഗീകരിച്ചാൽ മതി, പ്രവാചകന്റെ ഹദീസുകൾ അംഗീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ അങ്ങേയറ്റത്തെ വഴിവിടവിലേക്കാണ് ഇവിടത്തെ പൗരോഹിത്യത്തിന്റെ ആളുകൾ കൊണ്ടുപോയത്. എത്രത്തോളം എന്ന് വെച്ചാൽ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പവും ഇല്ല, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം. എത്രത്തോളം മഴ ലഭിക്കാൻ വേണ്ടി ഒരാൾക്ക് വരുണദേവനെ വരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പച്ച മലയാളത്തിൽ കേരളക്കരയിൽ പുസ്തകം എഴുതിക്കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റത്തെ ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങൾക്ക് മുന്നിൽ നേർക്കുനേരെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. അതുപോലെ തന്നെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. എന്നല്ലാതെ ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ സംസാരം കേട്ടുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരണമെന്ന് ഞങ്ങൾ ഇന്നോളം ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത് പറയുമ്പോൾ, ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുമ്പോൾ അവരിൽ നിന്ന് ഭൗതികമായ ഒരു നേട്ടവും ഇസ്ലാഹി പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നില്ല. പല സംഘടനകളും അവരുടെ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ അവരുടെ സംഘടനയുടെ നേതാക്കന്മാര് ഇലക്ഷൻ സമയത്ത് മത്സരിക്കാൻ നിൽക്കുമ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി ജനങ്ങൾ സമീപിക്കുന്നവരുണ്ടാകും. ഒരിക്കലും ഇസ്ലാഹി പ്രസ്ഥാനം 100 കൊല്ലമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നോളം വോട്ട് ചെയ്ത ഒരു മനുഷ്യനെയും സമീപിച്ചിട്ടില്ല. ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ സ്വീകരിക്കണം, പ്രവാചകന്റെ ഹദീസുകൾ സ്വീകരിക്കണം, അത് മാത്രമാണ് നാളെ പരലോകത്ത് നിങ്ങളെ വിജയിപ്പിക്കുന്നത് എന്ന സത്യം മാത്രമാണ് ജനങ്ങൾക്ക് മുന്നിൽ ഇസ്ലാഹി പ്രസ്ഥാനം വിശദീകരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് അവർക്ക് മുന്നിൽ ഓതിത്തരുന്ന ഒരു ആയത്തുണ്ട്. എന്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. യാ അയ്യുഹല്ലദീന ആമനൂ